السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉള്ളും പുറവും യഥാർത്ഥ ഈമാനിനാൽ അള്ളാഹു നമ്മെ നിറക്കട്ടെ. കപടവിശ്വാസികളുണ്ട്, ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നുമായിട്ട് നടക്കുന്നവർ. അത്തരം കപടത്തരങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ ഒഴിവാക്കി തരട്ടെ. ആ കപടവിശ്വാസികളെ പറ്റിയാണ് നാം പറഞ്ഞിരുന്നത്. അതിന്റെ ബാക്കി ഒരല്പം കൂടി പറയാനുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون. മസലുഹും മേൽ പറയപ്പെട്ട കപടന്മാരുടെ ഉപമ മസലില്ലതി ഒരു വ്യക്തിയെ പോലെയാകുന്നു. ഇസ്തൗഖദ അവൻ കത്തിച്ചു, നാറൻ തീ കത്തിച്ചു. തീ കത്തിച്ചാൽ എന്തുണ്ടാകുക? തീ കത്തിച്ചാൽ അതിന്റെ ചുറ്റുഭാഗവും പ്രകാശമുണ്ടാകും. ഫലമ്മ അളാത് ആ തീ പ്രകാശിപ്പിച്ചപ്പോൾ മാ ഹൗലഹു അയാളുടെ ചുറ്റുഭാഗത്തുള്ള പ്രദേശത്തെ അത് പ്രകാശപൂരിതമാക്കി. വെളിച്ചം കാണുന്നു, അവിടെ ഉള്ളതൊക്കെ തെളിഞ്ഞു കാണുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം അവർക്കുണ്ടായിരുന്ന ആ പ്രകാശത്തെ അള്ളാഹു കൊണ്ടുപോയി. വതറക്കഹും അവരെ അവശേഷിപ്പിക്കുകയും ചെയ്തു ഫീ ളുലുമാത്തിൻ ഇരുളുകളിൽ. ഒരു ഇരുളിന്റെ മേൽ മറ്റൊരു ഇരുള്, ഇങ്ങനെ ഇരുൾ മുറ്റിയതായ അവസ്ഥയിൽ അവരെ അള്ളാഹു അവശേഷിപ്പിച്ചു. ലാ യുബ്സിറൂന കണ്ണുകൊണ്ട് അവർ കാണുക എന്നൊരു സംഗതി ഇപ്പോൾ ഉണ്ടാവുകയില്ല തന്നെ. എന്താ കാരണം? നല്ല തെളിച്ചമുണ്ടായിരുന്നു, നല്ല വെളിച്ചമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ തിളങ്ങി കണ്ടിരുന്നു. വെളിച്ചം ഉണ്ടായതിന് ശേഷം വെളിച്ചാണ്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ നേരത്തെ വെളിച്ചം ഇല്ലാത്തതുപോലെ അല്ലാതെ വെളിച്ചം കിട്ടിയതിന് ശേഷം അത് നഷ്ടപ്പെട്ടാൽ പറ്റെ മങ്ങിപ്പോവും, ഒന്നും ഇവിടെ കാണില്ല. ഇതേ ക്രമത്തിലാണ് ഈ മുനാഫിക്കുകളുടെ അവസ്ഥ പറഞ്ഞ എന്ന് വെച്ചാൽ അവരുടെ ബാഹ്യ ജീവിതത്തിൽ, അവരുടെ പുറം ജീവിതത്തിൽ ഈമാനിന്റെ ആളുകൾ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു, കാട്ടിക്കൂട്ടുന്നു. അത് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ അവർക്കൊരു പ്രകാശമാണ്. അവരൊന്നിനും പെടുന്നില്ലല്ലോ എന്നുള്ള സന്തോഷമാണ് അവർക്ക്. ഞാൻ ഇവരൊക്കെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്, എന്റെ കപടത്തരം എന്റെ മനസ്സിൽ ഒതുക്കിയിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സന്തോഷമൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അയാള് മരണത്തിനോട് അടുക്കുകയാണ്. അയാളാണ്ട് മരണപ്പെടുന്നതോടുകൂടെ ഇരുട്ട് കയറി. ഇനി ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് യാതൊരു സാധ്യതയുമില്ല. അവൻ കൂരിരുട്ടുകളിലാകുന്നു. ഒരു ഇരുട്ടല്ല, പലജാതി ഇരുട്ടുകൾ ഉള്ളിലാണ് അവനുള്ളത്. ലാ യുബ്സിറൂന അവന്റെ ഒരു തരി പോലും കാണാൻ കഴിയുന്നില്ല. ഇതേപോലെയാണ് ഈ മുനാഫിക്കിന്റെ ഉടമയെ പറ്റി പറയാനുള്ളത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം അതിന്റെ മുമ്പ്. സുമ്മും ബുക്മും ഉംയും ഫഹും ലാ യർജിഊൻ. സുമ്മുൻ അവർ ബധിരരാകുന്നു, കാത് കേൾക്കാത്തവരാകുന്നു. ബുക്മുൻ അവർ മൂകരാകുന്നു, സംസാര ശക്തിയില്ലാത്തവരാകുന്നു. ഉംയുൻ അവർ കുരുടന്മാരാകുന്നു, അന്ധബധിര മൂകന്മാരാകുന്നു. എല്ലാം ഒത്തിണങ്ങിയവരാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഇറ്റ് വിവരം അവരുടെ ഉള്ളിലേക്ക് ചെല്ലുക? എല്ലാ ഭാഗവും അടക്കപ്പെട്ടിരിക്കുന്നു, കണ്ണും അടഞ്ഞിരിക്കുന്നു, കാതിലേക്കും ഒന്നും കടന്നു ചെല്ലാത്ത അവസ്ഥ. മറ്റുള്ളവരോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും തിരിയാൻ അതിന് സംസാര ശക്തിയില്ല. ഫഹും ഇങ്ങനെയുള്ള ഇവർ ലാ യർജിഊന ഇവരിപ്പോൾ ഉള്ളത് വഴികേടിലാണ്, ലലാലത്തിലാണ്. അതിൽ നിന്ന് ഒരിക്കലും മടങ്ങി അവർ രക്ഷപ്പെടുകയില്ല. ഇതാണ് മുനാഫിക്കിനെ പറ്റി പറയാനുള്ളത്. മറ്റൊരു ഉദാഹരണം കൂടി അള്ളാഹു തആല പറയുന്നുണ്ട്. അതിങ്ങനെ: ഔ കസ്വയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതുൻ വറഅദുൻ വബർഖ്
യജഅലൂന അസ്വാബിഅഹും ഫീ ആദാനിഹിം മിനസ്സവാഇഖി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. ഔ കസ്വയ്യിബിൻ, അല്ലെങ്കിൽ അവർ മഴ ലഭിച്ചതായ വിഭാഗത്തെ പോലെയാകുന്നു. മഴ കിട്ടി, നല്ല മഴ കിട്ടി. മിനസ്സമായി, ആകാശത്തിൽ നിന്ന്, മേൽഭാഗത്തിൽ നിന്നുള്ള മഴ ലഭിച്ചു. ഫീഹി, ആ ലഭിച്ചതായ ആകാശത്തിൽ നിന്ന്, കാർമേഘത്തിൽ നിന്നാണല്ലോ ഇത് വരുന്നത്. അതിലുണ്ട്, അതിൽ എന്ന് പറഞ്ഞാൽ ആ കാർമേഘത്തിലുണ്ട് ളുലുമാത്തുൻ, ഇരുളുകളുണ്ട്, തിങ്ങിയതായ ഇരുളുണ്ട്. വറഅദുൻ, അതിശക്തമായ ഇടിമുഴക്കവുമുണ്ട്. ബർഖുൻ, നല്ല തെളിവുള്ള മിന്നുമുണ്ട്. അപ്പോ നല്ല മഴ, ആ മഴ അതിശക്തമായ ഇരുട്ടോടുകൂടെയാണ് വന്നിട്ടുള്ളത്. ഇടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മിന്നെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകെ ഭയപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. ഇവിടെ യജഅലൂന, ഇവർ ആക്കുന്നു, ഈ മഴ ലഭിച്ചവർ ആക്കുന്നു, അസ്വാബിഅഹും, അവരുടെ വിരലുകളെ തന്നെ, വിരൽ തലപ്പുകളെ ആക്കുന്നു, ഫി ആദാനിഹിം, അവരുടെ കാതുകളിലാക്കുന്നു, മിനസ്സവാഇഖി, ഇടിത്തിജ് സംഭവിക്കുമോ എന്ന നിലക്ക്, ഹദറൽ മൗത്തി, മരണത്തെ പേടിച്ചതിന് വേണ്ടി. മരണത്തെ പേടിച്ചതിന് വേണ്ടിയിട്ട് ചെവിയിൽ വിരലിട്ടിട്ട് എന്ത് കാര്യമുള്ളത്? മരണം അതിന്റെ വഴിക്ക് വന്നിട്ട് ഇവനെ തട്ടിക്കൊണ്ട് പോകുമെന്നല്ലാതെ, ഈ വിരൽ മരിക്കുന്ന സമയത്ത് വിരലും കൂടി ആ ചെവിയിൽ പെടുന്നല്ലാതെ വേറെ എന്ത് ഉപകാരമുള്ളത്? അപ്പൊ ഈ ശബ്ദം കേൾക്കാതിരിക്കാൻ എത്രമാത്രം വിഡ്ഢിത്തമാണ് അവൻ ചെയ്യുന്നത്. വല്ലാഹു, അല്ലാഹു തആല, മുഹീത്തുൻ, അവൻ വലയം ചെയ്തവനാകുന്നു, ബിൽ കാഫിരീന, കാഫിറുകളെ വലയം ചെയ്തു. അവർ ചെയ്യുന്ന സർവമാന കാര്യങ്ങളെയും അള്ളാഹു അവന്റെ ഇൽമു കൊണ്ട് അറിയുന്നവനാകുന്നു. ഇതേപോലെയാണ് കപടവിശ്വാസി. എന്താ? അവൻ ഏത് സമയത്തും അവന് പേടിയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും, പടച്ചവനെ, എന്റെ ഉള്ളും കള്ളിയും പൊളിയോ, ഞാൻ ഇതുവരെ ഒളിച്ചു വെച്ചതൊക്കെ പുറത്തു ചാടോ, എന്നെ ജനങ്ങൾക്കിടയിൽ എന്റെ രഹസ്യങ്ങളൊക്കെ പൊളിക്കപ്പെടുമോ, ഈ പേടി ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെങ്കിലും അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തണം. ഇതേപോലെയാകുന്നു, ഈ പറയപ്പെട്ട ഉപമ പോലെയാകുന്നു ഈ കപടവിശ്വാസികളുടെ അവസ്ഥയുള്ളത്. യകാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും കുല്ലമാ അളാഅ ലഹും മശൗ ഫീഹി വഇദാ അളമ അലൈഹിം ഖാമൂ വലൗ ശാഅ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. യകാദുൽ ബർഖു, മിന്ന് അടുക്കുന്നു, യഖ്തഫു അബ്സാറഹും, അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കാൻ അടുക്കുന്നു. നല്ല പ്രകാശമുള്ള മിന്നലാണ്. ആ മിന്നൽ വന്നിട്ട് അവരുടെ കണ്ണിനെ തടവിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കണ്ണിനെ റാഞ്ചിയെടുക്കുമോ എന്ന് തോന്നിപ്പോകും. കണ്ണിനെ റാഞ്ചിയെടുക്കാൻ അടുക്കുന്ന അതിശക്തമായ മിന്നാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കുല്ലമാ അളാഅ, ആ മിന്ന് അവർക്ക് പ്രകാശമുണ്ടാക്കുമ്പോഴെല്ലാം മശൗഫിഹി, ആ വെളിച്ചത്തിൽ അവരങ്ങനെ നടക്കും. ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ വെളിച്ചത്തിൽ അവരങ്ങനെ നടക്കും. ഇദാ അളമ അലൈഹിം, അവരുടെ മേൽ ഇരുളുണ്ടാകുമ്പോഴോ ഖാമു, നിശ്ചലമായിട്ട് അവർ നിൽക്കും. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇറങ്ങണം. ചിലപ്പോൾ അവരുടെ ഉള്ളുകള്ളി പൊളിക്കുന്ന രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിന് പുറപ്പെടണം എന്നുള്ള കൽപ്പനയായിരിക്കും. ഏതായിരുന്നാലും അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ആകെ ബേജാറാണ്. അവർ ആ നേരത്തെ ഖാമു, അവരവിടെ അങ്ങനെ തന്നെ നിശ്ചലമായിട്ട് നിൽക്കും. ഒന്ന് പറയട്ടെ, വലൗ ശാ അല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലദഹബ ബിസംഇഹിം, അവരുടെ കേൾവിയെ അല്ലാഹു തആല എടുത്തു കളയുമായിരുന്നു. വഅബ്സാരിഹിം, അവരുടെ കാഴ്ചകളെയും അല്ലാഹു നശിപ്പിക്കുമായിരുന്നു. അവരുടെ ഉൾക്കാഴ്ചയെയും ഉൾക്കേൾവിയെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ സുമ്മും ബുക്കും ഉമ്യുൻ എന്ന് പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യവും അങ്ങോട്ട് കടന്നു ചെല്ലുന്നില്ല. ഒരു യാഥാർത്ഥ്യത്തെയും അവരുടെ മനസ്സിലാവുന്ന കണ്ണുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യാഥാർത്ഥ്യം അവരുടെ നാക്കുകൊണ്ട് അവർ സംസാരിക്കുന്നേ ഇല്ല. അപ്പോ ആ അന്ധബധിര മൂകത നേരത്തെ തന്നെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന കേൾവിയും
പുറത്തനുഭവപ്പെടുന്ന ഈ കാഴ്ചയും ഒക്കെ ഉണ്ടല്ലോ, ഇത് അള്ളാഹു കൊണ്ട് നീക്കിക്കളയും. തഫ്സീർ ജലാലൈനിൽ കാണാം, കമാ ദഹബിൽ ബാത്തിനെത്തിയെന്ന്, ബാത്തിനായ ഉള്ളിലുള്ള ഉൾക്കാഴ്ചയെയും ഉൾക്കേൾവിയെയും നശിപ്പിച്ചതുപോലെ ഇതിനെയും അള്ളാഹു താല നീക്കിക്കളയും. അതിന് അള്ളാഹു താലാക്ക് കഴിയും. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു താല അലാ കുല്ലി ഷൈഇൻ, അവൻ ഉദ്ദേശിച്ച ഏത് കാര്യത്തിന്റെ മേലും ഖദീറുൻ, അവൻ കഴിവുള്ളവനാകുന്നു. അള്ളാഹു ഏത് കാര്യം ഉദ്ദേശിച്ചാലും അത് അവന് യാതൊരു പ്രയാസമുള്ളതല്ല. ഇത്തരം കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചാലും അപ്പൊ അത് സംഭവിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ് നല്ലത്. ഈ കപടത്തരം ഇതിവിടെ പൊളിക്കാൻ പോകുന്നു എന്നർത്ഥം. അതുകൊണ്ട് എന്ത് ചെയ്യണം? യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസു, ഓ ജനവിഭാഗമേ. ഖുർആനിൽ യാ അയ്യുഹന്നാസു എന്നും യാ അയ്യുഹല്ലദീന ആമനു എന്ന് രണ്ട് പ്രയോഗം. യാ അയ്യുഹന്നാസു എന്ന് പറയുന്നിടത്ത് തഫ്സീർ ജലാലൈനിൽ കാണാം അഖില മക്ക, ഓ മക്ക നിവാസികളെ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാലോ അത് മദീന നിവാസികളെ വിളിക്കുന്നതാണ്. അവരാണല്ലോ ഈമാനിലേക്ക് ആദ്യം കടന്നു വന്നവര്. ധാരാളമായിട്ട് കടന്നു വന്നവരും ഈമാനിനും ഇസ്ലാമിനും അതിന്റെ അനുയായികൾക്കൊക്കെ അഭയം നൽകിയതും അവരാണല്ലോ. അപ്പോ അവരെ വിളിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ അഭിസംബോധന ചെയ്യാറുള്ളത്. യാ അയ്യുഹന്നാസു, ഓ മക്ക നിവാസികളെ. ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആദ്യം അള്ളാഹുവിന്റെ ഏകത്വത്തെ സമ്മതിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ വഹദാനിയത്ത് ഏകത്വം സമ്മതിച്ചതിന് ശേഷം റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഇബാദത്താകണമെങ്കിൽ വിശ്വാസം ആദ്യം ശരിയായിരിക്കണം. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവനായ, ഒരു കാലത്ത് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളുണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ ഉണ്ടാക്കി, മറ്റു പല വസ്തുക്കളെയും ഉണ്ടാക്കിയല്ലോ അവൻ. ഇങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. മാത്രമല്ല വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും അവൻ പടച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് പൊട്ടി വീണതല്ല. നിങ്ങൾ പരമ്പരയായിട്ട് വരുന്നവരാണ്. നിങ്ങളുടെ പിതാക്കൾ, അവരുടെ പിതാക്കൾ, അവരിങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരെയൊക്കെ പടച്ചത് അവനാകുന്നു. വല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിനാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന്റെ തൗഹീദ് സമ്മതിച്ച ശേഷം എന്ന് പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിലോ അള്ളാഹുവിന്റെ ശിക്ഷയെ അനുഭവിക്കേണ്ടി വരും. ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. തഫ്സീർ കാണാം ഇബാദത്തിഹി, അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യൽ കൊണ്ട് ഇഖാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ ശിക്ഷ ഏൽക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം. അതേ മാർഗമുള്ളൂ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ആ അള്ളാഹുവിനൊന്ന് പരിചയപ്പെടുത്തി തരാം. റബ്ബിന്റെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ആ റബ്ബിന്റെ വിശേഷം. അല്ലദീ, എങ്ങനെയുള്ള റബ്ബാകുന്നു, ജഅല ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പടച്ചു, അൽ അർള, ഈ ഭൂമി ലോകത്തെ അവൻ ആക്കിയിരിക്കുന്നു, ഫിറാശൻ, ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. ഒരു വിരിപ്പിന്റെ ഉപകാരം ഈ ഭൂമി കൊണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ അത് വളരെ വിശാലമാണ്. അതിൽ നിങ്ങൾക്ക് കിടക്കാം, നടക്കാം, ഇരിക്കാം, എല്ലാം ചെയ്യാം. അത് വളരെ ഉറപ്പുള്ളതോ വളരെയേറെ മാർദ്ദവമുള്ളതോ അല്ല. വളരെയേറെ ഉറപ്പുള്ളതാണെങ്കിൽ അതിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കുഴി കുത്തേണ്ടി വന്നാൽ, ഒരു വീട് നിർമ്മാണം നടത്തേണ്ടി വന്നാൽ ബുദ്ധിമുട്ടും. വളരെയേറെ മയപ്പെട്ടതാണെങ്കിൽ അത് ആഴ്ന്നു പോകും, വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് പോലെ. അതിൽ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹുവിനെ അവൻ, ആ ഭൂമിയെ അള്ളാഹു രൂപപ്പെടുത്തിയിരിക്കുന്നു, അതിനെ ഫിറാശാക്കിയിരിക്കുന്നു. മാത്രമല്ല വസ്സമാ, ആകാശത്തെ അള്ളാഹു ആക്കിയിരിക്കുന്നു, ബിനാനൊരത് എടുപ്പാക്കിയിരിക്കുന്നു. നിങ്ങളുടെ മേലെ നോക്കിയാൽ പന്തൽ കാണാം. ആ പന്തൽ അള്ളാഹു സൃഷ്ടിച്ച ആകാശമാണ്. അള്ളാഹു നിങ്ങൾക്ക് അതിനെ ഒരു ബിനായി എടുപ്പാക്കിയിരിക്കുന്നു, മേൽക്കൂരയാക്കിയിരിക്കുന്നു. എന്നിട്ടോ വാൻസല മിനസ്സമായി, ആകാശഭാഗത്തിൽ നിന്ന് അവൻ ഇറക്കി,
മാൻ വെള്ളത്തെ ഇറക്കി. എത്ര വലിയ ഞാമത്താണ്! വെള്ളമില്ലാതിരുന്നാലാണല്ലോ ആ ഞാമത്തിന്റെ ആഴം മനസ്സിലാകുക. എന്നിട്ടോ ഫ അഖ്റജ ബിഹി, അനന്തരം, ഫ എന്ന് പറഞ്ഞ അനന്തരം, അഖ്റജ ബിഹി, ആ വെള്ളം കാരണം കൊണ്ട് അള്ളാഹു പുറപ്പെടുവിച്ചു, മിനസ്സമറാത്തി, പഴവർഗ്ഗങ്ങളാകുന്ന റിസ്കല്ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളെ, നിങ്ങൾക്കുള്ള ധാന്യങ്ങളെയും പഴവർഗ്ഗങ്ങളെയൊക്കെ അള്ളാഹു പുറപ്പെടുവിച്ചത് ഈ ആകാശഭാഗത്തിൽ നിറക്കുന്ന മഴയുടെ ഗുണഫലമായിട്ടാണ്. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നില്ലേ? ഭൂമിയെ നിങ്ങൾക്ക് വസിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തരികയും ആകാശ മേൽക്കൂരയെ നിങ്ങൾക്ക് പടച്ചു തരികയും അവിടെ നിന്ന് നിങ്ങൾക്ക് അവൻ വെള്ളം ഇറക്കി തരികയും ആ വെള്ളം മുഖേന നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവസ്തുക്കളൊക്കെ നൽകുകയും ചെയ്തില്ലേ? ഫലാ തജ്അലൂ ലില്ലാഹി, അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ആക്കരുത് അന്താദൻ, പങ്കുകാരെ ആക്കരുത്. അന്താദ് എന്നുള്ളത് നിദ് എന്നതിന്റെ ബഹുവചനം. നിദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് പങ്കുകാർ. അള്ളാഹുവിനെ നിങ്ങൾ പങ്കുകാരാക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അള്ളാഹു മാത്രമാണ്, അതിൽ ആർക്കും പങ്കില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിവാദത്തിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ പങ്കേൽക്കുക? അത് ചെയ്യരുത്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ശിർക്ക്. വാന്തും, എത്തരത്തിൽ നിങ്ങൾ തഅലമൂന, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ കാര്യത്തിലൊന്നും അള്ളാഹുവോട് ആരും പങ്കുചേരുന്നില്ലെന്ന്, ഇതൊക്കെ ചെയ്തത് അവനാണെന്ന്, ഇത് ചെയ്തവന്റെ വിവാദത്തിന് അർഹതയുള്ളൂവെന്ന് ഒക്കെ നിങ്ങൾക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയവരായി നിങ്ങൾ അള്ളാഹുവോട് ഒരിക്കലും പങ്കുകാരെ ചേർക്കരുത്. അത് അള്ളാഹുവിന് വളരെയേറെ വെറുപ്പുള്ള കാര്യമാകുന്നു. അതുകൊണ്ട് അതിലേക്ക് അടുക്കാൻ പാടില്ല. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. ഇങ്ങനെ ഒരു അള്ളാഹു ഉണ്ട് എന്നും ആ അള്ളാഹുവാണ് ഈ ഖുർആനിനെ ഇറക്കിയത് എന്നും എങ്ങനെയാണ് മനസ്സിലാകുക? അത് മനസ്സിലാവാനുള്ള മാർഗമാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. വൈൻ കുന്തും, ജനങ്ങളെ നിങ്ങളാണെങ്കിൽ, ഫി റൈബിൻ, സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, എന്റെ അടിമയായ മുഹമ്മദ് നബിയുടെ മേൽ ഞാൻ ഇറക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, അല അബ്ദിന, എന്റെ അബ്ദാണ് മുഹമ്മദ് നബി, ആ അബ്ദിന്റെ മേൽ, അടിമയുടെ മേൽ ഞാൻ ഇറക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫഅ്തു, എങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ, ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, അതിന്റെ മിസിലിൽപ്പെട്ട ഒരു സൂറത്തിനെ നിങ്ങളൊന്ന് കൊണ്ടുവരും, നമുക്കൊന്ന് കാണാമല്ലോ. വദുഉ, നിങ്ങൾ ക്ഷണിക്കൂ, ശുഹദാക്കും, നിങ്ങളെ സഹായിക്കാൻ ആരുണ്ടോ അവരെ എല്ലാവരെയും വിളിച്ചുകൊള്ളൂ, നിങ്ങൾ മാത്രാവണ്ട. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് മറ്റാരെല്ലാം നിങ്ങൾക്ക് സഹായത്തിന് കിട്ടുമോ എല്ലാവരെയും നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് നിങ്ങളൊന്ന് കൊണ്ടുവരൂ. ഇൻ കുന്തും സ്വാദിഖീന, നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണെങ്കിൽ. പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെതാകുന്നു എന്നതിന് തെളിവാണ് ഇപ്പൊ പറഞ്ഞത്. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള വെല്ലുവിളിയാണിത്. ഇതുപോലെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരണ്ട. അങ്ങനെ ഒരു വെല്ലുവിളി ആദ്യം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 10 സൂറത്ത് കൊണ്ടുവരുമെന്ന്. അവസാനത്തെ വെല്ലുവിളിയാണ്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതാ ഇതിലുള്ള ഒരൊറ്റ സൂറത്ത് പോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരൂ. അത് നിങ്ങൾ മാത്രം ശ്രമിക്കണ്ട, നിങ്ങൾക്ക് ആരെയെല്ലാം സഹായത്തിന് കിട്ടുമോ അവരെ ഒക്കെ ക്ഷണിച്ചുകൊള്ളൂ, ആരെയും ഒഴിവാക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊന്ന് കൊണ്ടുവന്നിട്ട് അത് ഇതുപോലെ ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിങ്ങളൊന്ന് സമർപ്പിക്കൂ, നമുക്കൊന്ന് കാണാമല്ലോ. ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ അക്കാലം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന്റെ കൊടുമുടിയിൽ കയറിയ ജനതയാണ് ഉണ്ടായിരുന്നത്. അവര് ഈ വെല്ലുവിളിയെ ഒരിക്കലും അവർക്ക് നേരിടാൻ കഴിഞ്ഞില്ല. അവരതിൽ പരാജയപ്പെട്ടു. ഇതെന്താ തെളിയിക്കുന്നത്? ഈ ഖുർആൻ റസൂലുള്ള ഉണ്ടാക്കിയതല്ല, മറിച്ച് റസൂലുള്ളാഹിയുടെ വാദം പോലെ തന്നെ അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ അത് അക്കാലത്ത് എന്നല്ല എക്കാലത്തും ഈ വെല്ലുവിളി നിലനിൽക്കുകയാണ്. ഖുർആൻ അതിന്റെ വെല്ലുവിളി അവസാന നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് അടുത്ത ആയത്ത് സൂചിപ്പിക്കുന്നത്. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ. فَإِن لَّمْ تَفْعَلُوا, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഇതിനോട് തുല്യമായത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല.
എന്നാൽ ഇടക്കൊന്ന് പറയട്ടെ, വലൻ തഫ്അലു, ഒരു കാലത്തും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യവുമല്ല. ഖുർആനിനോടുള്ള ഏറ്റുമുട്ടലിൽ ഇതിനോട് തുല്യമായ ഒരു സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. സാധ്യമല്ല, അക്കാര്യം അസാധ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പരാജയം ഉറപ്പ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതാണല്ലോ. ഇങ്ങനെ എത്തിയാൽ പിന്നെ നിങ്ങൾ എന്ത് വേണം? ഫത്തഖുന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലത്തി, എങ്ങനെയുള്ള നരകമാകുന്നു? വഖൂദുഹ, അതിലുള്ള വിറക്, അന്നാസു, മനുഷ്യരാകുന്നു, വൽ ഹിജാറത്തു, കല്ലുകളുമാകുന്നു. ആ നരകത്തെ ഉഇദ്ദത്തുൽ കാഫിരീന, അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ടതാണ്. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്ത്? ഖുർആൻ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ആർക്കും അതിനെ നേരിടാൻ കഴിയുന്നില്ല. വലിയ സാഹിത്യ സാമ്രാട്ടുകളുണ്ട്, അവർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഖിയാമത്ത് നാൾ വരെ അതിന് കഴിയുകയുമില്ല, അള്ളാഹു പറയുകയും ചെയ്തു. അപ്പൊ ബോധ്യപ്പെട്ടല്ലോ ഇത് അള്ളാഹുവിൻ്റെതാണെന്ന്. ഇനി ചെയ്യേണ്ടത് ആ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, നരകത്തിൽ കടക്കാതിരിക്കാനുള്ള മാർഗം തേടുക. അതാണ് ഫത്തഖുന്നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ നരകത്തിന്റെ സ്വഭാവം കേൾക്കണോ? അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാകുന്നു, മനുഷ്യ ശരീരങ്ങളെയാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. മഅദല്ലാ. വൽ ഹിജാറത്തു, കല്ലുകളുമാകുന്നു. കല്ല് എന്ന് പറഞ്ഞാല് ഇവര് കല്ലിന്റെ പ്രതിമകളാണല്ലോ ധാരാളമായിട്ട് ഉണ്ടാക്കാറുള്ളതും അതിനാണല്ലോ ഇബാദത്ത് ചെയ്യാറുള്ളത്. അസ്നാമിഹിം മിൻഹ എന്ന് കാണാം, കല്ലിനാലുള്ള അവരുടെ പ്രതിമകളെ പോലെ. അങ്ങനെയുള്ള കല്ലുകളും മനുഷ്യരുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണ്ടേ? അതിന് വേണ്ടത് നിങ്ങൾ ഈ പരാജയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ മുഅ്മിനാകണം. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അതാണ് യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും. ഉഇദ്ദത്തുൽ കാഫിരീൻ, ആ നരകത്തെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും അവിശ്വസിക്കുന്ന വിഭാഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാകുന്നു. ഉഇദ്ദത്ത്, അതിനെ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. അർഹമുർ റാഹിമായ അള്ളാഹു ഈ കഠോരമായ നരകത്തിൽ നിന്ന് സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. സ്വർഗത്തിന്റെ അവകാശികളിൽ, സ്വർഗത്തിന്റെ അഖിലുകാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.